ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ ജസ്റ്റിസ് CG NN എല്ലാവരുടെയും പേര് ആവർത്തിക്കുന്നില്ല, സമയം വൈകിയതിനാൽ. വേദിയിലുള്ള സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദികന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, ഈ ടോമിച്ചേട്ടൻ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 12 കുട്ടികൾ വേണമെന്നായിരുന്നു. 6 വരെ എത്തി എന്ന് പറഞ്ഞതിനകത്ത് ഞാനൊരു ചെറിയ തിരുത്ത് അവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ടോമിച്ചേട്ടന് സ്വന്തം രക്തത്തിൽ പിറന്ന 6 കുട്ടികളാണെങ്കിലും സ്വന്തം കുട്ടികളെ നോക്കുന്നതിനേക്കാളും സ്നേഹത്തോടും കരുണയോടും കരുതലോടും അദ്ദേഹം കാത്ത് പരിപാലിക്കുന്ന 300 കുട്ടികൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിൽ, കുട്ടികൾ ഇവിടെ ഇന്ന് ഈ ഒരു സ്ഥാപനത്തിലുണ്ട്. ഇവിടെ ഇതിനു മുൻപും വന്ന് പോയി ഇവിടെ തന്നെ നമ്മുടെ നിരത്തുകളിൽ കിടന്ന് വളരെ നമുക്ക് സഹിക്കാനാകാത്ത രീതിയിലൊരു ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരാലംബരായ, ഇതിലും കൂടുതൽ 100 കണക്കിന് 1000 കണക്കിന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കുട്ടികളെ തന്നെ സംരക്ഷിക്കുവാനുള്ള വലിയ ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് ടോമിച്ചേട്ടൻ. ഞാൻ പല അവസരത്തിലും ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. പ്രിൻസ് വഴിയും ജോമിച്ചേട്ടൻ വഴി ഞാൻ ഇവിടുത്തെ ഈ ഡി അഡിക്ഷൻ സെൻ്ററിലും അതുപോലെ മദർ ആൻഡ് ചൈൽഡിലൊക്കെ സ്ഥിരം വരാറുണ്ട്. ഈ ദിവ്യരക്ഷാലയം എന്നുള്ളൊരു പേര്, നമ്മൾ ദിവ്യരക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈന്ദവ സംസ്കാര പ്രകാരം ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ, ഈ ലോകം യഥാർത്ഥ ദിശയിലേക്ക് സഞ്ചരിക്കുവാനും ഭഗവാൻ പല കാലങ്ങളിൽ അവതാരമെടുത്ത് ലോകത്തിന് നൽകുന്ന രക്ഷയാണ് സൗന്ദര്യവിശ്വാസ ദിവ്യരക്ഷ എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപം സ്വയം ഏറ്റെടുത്ത് ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും കൊടുത്ത രക്ഷ, അതിനെ നമ്മൾ ദിവ്യരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യരക്ഷയായിട്ട് കാണുന്നു. ദിവ്യരക്ഷാലയം എന്ന് പറയുമ്പം ആ ദൈവികമായ രക്ഷ നൽകുന്ന ഒരു ഭവനം, ഒരാലയം, ആ വാക്ക് ഏറ്റവും അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ ഇദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. തൊടുപുഴ എന്ന് പറയുന്നത് ഒരു പുണ്യങ്ങളുടെ നാടാണ്. ഈ തൊടുപുഴയുടെ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ് ഇതുപോലെയുള്ള ദിവ്യരക്ഷാലയവും അതുപോലെ ഈ പറയുന്ന മദർ ആൻഡ് ചൈൽഡും. ഇന്ന് വേണ്ട, അത് വിവിധ മതസ്ഥർ നടത്തുന്ന ഈ തൊടുപുഴയ്ക്കൊരു പുണ്യമുണ്ട്. അത് അപ്പച്ചനാണെങ്കിലും ഞങ്ങൾക്കും ഒരു ട്രസ്റ്റുണ്ട്, നമ്മുടെ ജോക്കുട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഈയിടയ്ക്ക് ഈ പല രീതികളിലാണ് ഈ നാടിലെ ഒരു നന്മ ഒഴുകുന്ന ഒരു നാടാണ് തൊടുപുഴയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഇതുപോലെ ഈ ടോമിച്ചേട്ടനെ പോലെയും പ്രിൻസിനെ പോലെയും ജോമിച്ചേട്ടനെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പം ഈ ഒരു ദൈവാനുഗ്രഹം ഇനിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. ഇനിയും ധാരാളം ഇവിടെ വലിക്കുന്ന ഓരോരുത്തരും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ എത്താൻ സാധിച്ചത്. ഇനിയും ധാരാളം നന്മകൾ ഈ സമൂഹത്തിൽ പടർത്തി ഈ സമുദായത്തിൽ ഇനിയും ഈ ഒരു സമൂഹത്തിൽ ഇനിയും സ്നേഹവും ദൈവത്തിൻ്റെ ഈ സന്ദേശങ്ങളൊക്കെ ഇവിടെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഇനിയും ഈ ഒരു ദിവ്യരക്ഷാലയത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് അപ്പച്ചനിവിടെ എത്തേണ്ടതായിരുന്നു. ചെറിയൊരു ദേഹാസ്വസ്ഥ്യം, ഒരു അസുഖമായതിന് കൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ മറ്റൊരു പരിപാടിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, അതവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണ് അങ്ങോട്ട്. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചത് എൻ്റെ ഒരു വലിയ ദൈവാനുഗ്രഹവും ഭാഗ്യവുമായിട്ട് ഞാൻ കാണുന്നു. ഇനിയും മുന്നോട്ടുള്ള ദിവ്യരക്ഷാലയത്തിൻ്റെയും മദർ ആൻഡ് ചൈൽഡിൻ്റെയും ഒക്കെ യാത്രയിൽ എന്നും ഗാന്ധിജി സ്റ്റഡി സെൻ്ററും ജോക്കുട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റുമൊക്കെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നവും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.